ഓം ശ്രീ വിഘ്നേശ്വരായ നമഃ. ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് 2024 നവംബർ 24 മുതൽ 30 വരെയുള്ള ഒരാഴ്ചക്കാലത്തെ 27 നക്ഷത്രക്കാരുടെയും ശുഭാശുഭ ഫലസൂചനകളും പരിഹാര നിർദ്ദേശങ്ങളുമാണ് ഇവിടെ പറയുന്നത്. ഭാരതീയ ആചാരപ്രകാരമുള്ള വളരെ ലളിതമായിട്ടുള്ള പരിഹാര നിർദ്ദേശങ്ങളാണ്. ജപധ്യാനാദികൾ, അതായത് ജപിക്കുക, ധ്യാനം അത്യാവശ്യമാണ്. പിന്നെ ക്ഷേത്രാധികാരികൾ ക്ഷേത്രത്തിലെ ദർശനം നടത്തുക. അവിടെ ഒരു മുഹൂർത്തകാലം 48 മിനിറ്റെങ്കിലും ക്ഷേത്രത്തിനുള്ളിൽ നിന്ന് പ്രാർത്ഥിക്കുക. ദേവചൈതന്യ പ്രവാഹം നമ്മുടെ സൂക്ഷ്മ ശരീരത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് ഏറ്റവും കുറഞ്ഞത് ഒരു മുഹൂർത്തകാലമെങ്കിലും വേണം എന്നാണ് ആചാര്യന്മാർ പറയുന്നത്. ക്ഷേത്രത്തിനുള്ളിൽ നിന്ന് പ്രാർത്ഥിക്കുക. അതിനകത്ത് നമ്മൾ വളരെ ടെൻഷനോടുകൂടി ഒന്നും ചെയ്യേണ്ട, വളരെ പ്രസന്നമായിട്ട് വളരെ പ്ലസൻ്റായിട്ട് വേണം എല്ലാ കാര്യങ്ങളും നമ്മൾ ക്ഷേത്രത്തിനുള്ളിൽ നിർവഹിക്കേണ്ടത് എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. നമ്മളെപ്പോഴും എക്സാം ഹാളിൽ തന്നെ കണ്ടിട്ടില്ല, ടെൻഷൻ വന്നു കഴിഞ്ഞാൽ എല്ലാം മറന്നുപോകും. അപ്പോൾ ടെൻഷൻ വളരെ റിലാക്സ്ഡ് ആയിട്ട് നമുക്ക് എന്ത് പ്രയാസം ഉണ്ടെങ്കിലും ആ പ്രയാസം പുഞ്ചിരിയോടുകൂടി അവിടെ അവതരിപ്പിക്കുക എന്നുള്ളതാണ്. നമുക്കത് തീർച്ചയായിട്ടും അതിന് ഫലസിദ്ധി ഉണ്ടാകും, ഒരു സംശയം അതിനകത്ത് വേണ്ട. അത് നമ്മൾ ഭക്തിയിലെ സമർപ്പണത്തിൻ്റെ ഒരു ഭാഷയിലാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അതുപോലെ തന്നെ ശാസ്ത്രീയമായിട്ടും അത് വളരെയധികം തെളിയിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. എത്രത്തോളം നമുക്ക് ഡിവോഷനുണ്ട്, ഒരു സബ്ജക്റ്റിനോട് എത്രത്തോളം നമ്മൾ ഡിവോഷനുണ്ട്, എത്രത്തോളം നമ്മൾ ആപ്ലിക്കേഷനുണ്ടോ അത്രത്തോളം റിസൾട്ട്സ് അതിനകത്ത് നിന്ന് വരും. അതിനകത്തൊരു ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്, വ്യക്തിയുടെ ഒരു ഇൻറ്റേർണൽ ആയിട്ടുള്ള ഒരു പവറുണ്ട്, ഇൻറ്റേർണൽ ഒരു ബ്രില്യൻസ് കോഷ്യൻ്റ്, അതായത് കോംപ്രിഹെൻഷൻ, റിറ്റൻഷൻ ആൻഡ് റിട്രീവൽ എന്ന് പറയുന്ന 3 പ്രോസസ്സുണ്ട്. അത് ഓഫ് കോഴ്സ് സബ്ജക്റ്റ് ടു ദാറ്റ് ഇൻഡിവിജ്വൽസ് കപ്പാസിറ്റി, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ നമ്മൾ ഭക്തിയിൽ നമ്മൾ സമർപ്പിക്കുമ്പോൾ ആ വ്യക്തിക്ക് എത്രത്തോളം സമർപ്പിക്കുവാൻ കഴിയുമോ ആ പൊട്ടൻഷ്യൽ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ഗെറ്റിംഗ് ദി റിസൾട്ട്സ് എന്നുള്ളതാണ്. അതുകൊണ്ട് അതിനകത്ത് അത് വിദ്യാഭ്യാസം പോലെ തന്നെയാണ്, പക്ഷേ അതിൽ തീർച്ചയായിട്ടും റിസൾട്ട്സ് ഉണ്ടാവും എന്നുള്ളതിൽ സംശയം വേണ്ട. ഈ വിശ്വാസത്തോടുകൂടി സമർപ്പണത്തോടുകൂടി മുന്നോട്ട് പോവുക. ഭക്തിയിൽ നമ്മുടെ ഭൗതിക ജീവിതത്തിൽ അനുഭവിക്കേണ്ട പല പ്രയാസങ്ങളെല്ലാം ഒന്നും നമുക്ക് മാറ്റാൻ പറ്റില്ല. ശരീരം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ളൊരു പ്രയാസം ഒക്കെ വരാം, പലതും നമുക്ക് കാര്യമായിട്ട് കുറയ്ക്കുവാൻ കഴിയും എന്നുള്ളതിൽ സംശയമൊന്നും തന്നെ വേണ്ട. ഭൗതിക സുഖങ്ങൾക്കായിട്ടുള്ള, അതായത് നമ്മൾ സാമ്പത്തികമാകാം, നമ്മൾ കുടുംബ കാര്യങ്ങളാവും, അങ്ങനെയുള്ള പല പ്രയാസങ്ങളിലും കാര്യമായിട്ടുള്ള ചേഞ്ചസ്, വ്യതിയാനങ്ങൾ വരുത്താൻ പറ്റും എന്നുള്ളതിൽ സംശയം വേണ്ട. സമർപ്പണ മനോഭാവത്തോടെ എല്ലാം ഭഗവാനിൽ അർപ്പിച്ച് മുന്നോട്ട് പോവുക. തീർച്ചയായിട്ടും വിജയം വന്നു ചേരും. സന്തോഷമായിരിക്കുക. ഇനി രാശിഫലമാണ്. ആദ്യമായി മേടം രാശി. അശ്വതി, ഭരണി, കാർത്തിക ആദ്യത്തെ കാൽഭാഗം. ദൂരയാത്രയ്ക്കുള്ള ഭാഗ്യം, ഉല്ലാസയാത്ര, തീർത്ഥാടനം, പിക്നിക്കൊക്കെ ഉണ്ടല്ലോ, വിദേശ രാജ്യങ്ങൾ അല്ലെങ്കിൽ ദൂരദേശത്തേക്കൊക്കെ യാത്ര ചെയ്യുക, ആഘോഷിക്കുക, ആഘോഷങ്ങളിൽ പങ്കെടുക്കുക, മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുക. അതിനുവേണ്ടി ധാരാളം പണം ചിലവാക്കുക. പണം ചിലവാക്കുന്നതിൽ നിന്ന് മനസ്സിന് സന്തോഷവും സമാധാനവും തൃപ്തിയും വരും. അതാണ് ആ പണച്ചെലവിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ അതിനൊക്കെയുള്ള ഭാഗ്യമുണ്ട്. ബന്ധുക്കളുമായിട്ടൊക്കെ കൂടിച്ചേരുവാനുള്ള ഒരു അവസരം, അത് ബന്ധുസമാഗമം, പഴയ സൗഹൃദങ്ങളൊക്കെ പുതുക്കുവാനുള്ള ഒരു അവസരം, ഇതുമൊക്കെ സംജാതമാകുവാനുള്ള ഭാഗ്യമുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കോസ്റ്റ്ലി ആയിട്ടുള്ള ഐറ്റംസ് പർച്ചേസ് ചെയ്യുക, വിലപിടിപ്പുള്ള സാധനങ്ങൾ വാങ്ങുക, ആഡംബരങ്ങൾക്ക് വേണ്ടി പണം ചിലവാക്കുക, ഇങ്ങനെ പല കാര്യങ്ങൾക്കും അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് എന്ന്. പ്രത്യേകിച്ചറിയ ജോലിയിൽ ഉയർച്ച, അഡീഷണൽ ഇൻകം അല്ലെങ്കിൽ അരിയേഴ്സ് ഒക്കെ ലഭിക്കുവാനുള്ള ഭാഗ്യമുണ്ട്. പൊതുവേ മനസ്സിന് തൃപ്തികരമായിട്ടുള്ള വിവാഹ കാര്യങ്ങൾ ഉൾപ്പെടെ, വിവാഹം വൈകിയിരുന്നവർക്ക് യോജിച്ച രീതിയിലുള്ള വിവാഹാലോചനകൾ വരാനോ, വിവാഹ നിശ്ചയത്തിലേക്ക് കാര്യങ്ങൾ എത്തുവാനോ, പ്രണയം വിവാഹത്തിലെത്തുവാനോ ഒക്കെയുള്ള ഭാഗ്യമുണ്ട്. വിദ്യാർത്ഥികൾക്ക് അതുപോലെ ഹയർ എഡ്യൂക്കേഷനുള്ള സാധ്യതകളൊക്കെ കാണുന്നു. പഠനം വളരെ എഫക്റ്റീവായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണ്. പിന്നെ എല്ലാ രാശികളിലും എത്ര അനുകൂല ഭാവം വന്നു കഴിഞ്ഞാലും അപൂർവം ചിലർക്കെങ്കിലും, ഇതിലൊരു മൈക്രോ മൈനോറിറ്റി നമ്മൾ പറയും, വളരെ ചെറിയൊരു ഒരു ഗ്രൂപ്പിന് സാമ്പത്തിക പ്രയാസങ്ങൾ വളരെ കാലമായിട്ടുണ്ടായിരുന്നത് അല്ലെങ്കിൽ കുറേ ബാധ്യതകൾ ഉണ്ടാക്കി വെച്ചവർക്ക് മനസ്സിന് ടെൻഷൻ ഉണ്ടാകാം. വരുമാനം വർദ്ധിക്കാൻ, പല ബാധ്യതകളും കുറയ്ക്കുവാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്താമെങ്കിൽ തന്നെ അവർക്കൊരു ആത്മവിശ്വാസക്കുറവുണ്ടാകും. കാരണം റിപ്പീറ്റഡായിട്ട് ഇങ്ങനെ പ്രോബ്ലംസ് വന്നതുകൊണ്ട് അവർക്ക് പ്രത്യേക പ്രാർത്ഥന അത്യാവശ്യമാണ്. ലളിതാ സഹസ്രനാമം ദിവസവും ജപിക്കാമെങ്കിൽ അത് ഉത്തമം. രാവിലെയും വൈകുന്നേരവും ജപിച്ചോളൂ. സാമ്പത്തികമായിട്ടുള്ള ക്ലേശങ്ങൾ കൊണ്ടുള്ള മനസ്സമാധാനക്കുറവ് പൂർണ്ണമായിട്ടും നീങ്ങും എന്നുള്ളതിൽ സംശയം ഒന്നും തന്നെ വേണ്ട. ഭദ്രകാളി ക്ഷേത്ര ദർശനം എല്ലാവരും ഈ രാശിയിലുള്ളവർ നടത്തേണ്ടത് അത്യാവശ്യമാണ്. ഓം ഭദ്രകാള്യേ നമഃ.
എന്നുള്ളത് 18 പ്രാവശ്യം വെച്ച് ജപിച്ചോളൂ. എല്ലാ തടസ്സങ്ങളും അനുകൂലമായിട്ടുള്ള ഫലങ്ങളിലെ തടസ്സങ്ങൾ നീങ്ങി സന്തോഷവും സമാധാനവും ലഭിക്കും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കുക. ഇടവം രാശി കാർത്തിക അവസാനത്തെ 1/4 ഭാഗം, രോഹിണി മകയിരം ആദ്യത്തെ പകുതി ഭാഗം. ചിലവേറിയിരിക്കും. അത്യാവശ്യമായിട്ട് കുടുംബത്തിൽ ചിലവാക്കേണ്ട ചില സാഹചര്യങ്ങളൊക്കെ വരാം. അപ്പോൾ എന്തെങ്കിലും സ്റ്റോർഡ് അപ്പ് നമ്മൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന പണമുണ്ടെങ്കിൽ അത് പല കാര്യങ്ങൾക്കായിട്ട് ചിലവാക്കേണ്ട ചില സാഹചര്യങ്ങൾ വരാം. സ്വന്തം ആരോഗ്യ കാര്യങ്ങളിലൊന്ന് ശ്രദ്ധിക്കണം. അത് പുറത്തുനിന്നുള്ള ആഹാരമൊക്കെ കുറച്ചോളൂ. ഒരു പ്രായം കടന്നവർ രാത്രികാല സഞ്ചാരം, അഡ്വഞ്ചറസ് ഡ്രൈവ്, പിക്നിക്കൊക്കെ കഴിയുന്നതും ഒഴിവാക്കുക. അതുപോലെ പുതിയ ആഹാര വസ്തുക്കൾ, മെഡിസിൻസൊക്കെ കഴിക്കുമ്പോഴും ശ്രദ്ധ വേണം. അലർജി കണ്ടീഷൻസൊക്കെ വരാനുള്ള സാധ്യത ഏറെയാണ് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. സെക്കൻഡ് ഹാൻഡ് വെഹിക്കിൾസ് വാങ്ങുക. പ്രോപ്പർട്ടി ട്രാൻസാക്ഷൻസിലൊക്കെ ലീഗൽ സൈഡ് ഒന്ന് നോക്കിയിട്ട് വേണം കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ. ഇല്ലെങ്കിൽ പല പ്രയാസങ്ങളിലേക്കും കാര്യങ്ങൾ പിന്നീട് എത്തിക്കുവാനുള്ള സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾ പഠനത്തിലൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്തോളൂ കേട്ടോ. കാരണം ചില വൈകാരികമായിട്ടുള്ള പ്രയാസങ്ങൾ പഠന കാര്യങ്ങളെ തടസ്സപ്പെടുത്തുന്നതായിട്ട് കാണുന്നു. പ്രണയമൊന്നും ഇക്കാലം വേണ്ട. പ്രണയം നല്ല കാര്യമാണ്. അതിനൊക്കെ ഒരു അല്പം ഒന്ന് വൈകിപ്പിക്കുന്നത് നല്ലതാണ്. കാരണം വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവരൊക്കെ പഠന കാര്യങ്ങളിൽ കൂടുതൽ കോൺസെൻട്രേഷൻ നടത്തേണ്ട ഒരു കാലമാണ്. കോൺസെൻട്രേറ്റഡ് എഫേർട്ട് നമ്മൾ പറയും. കാരണം പലതിലും അല്പം ഒരു ഭാഗ്യക്കുറവ് വരുന്നില്ലേ എന്ന് സംശയം തോന്നാം. അതായത് കിട്ടേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ട് പിന്നെ റെസ്പോൺസ് ഒന്നും ഉണ്ടാവില്ല. വിവാഹവും അങ്ങനെ തന്നെയാണ്. ഇങ്ങോട്ട് വന്ന വിവാഹത്തിന് തന്നെ പിന്നീട് മറുപടി ഒന്നും ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഇങ്ങനെ വൈകി പോകുന്നു, എന്താ കാര്യം എന്ന് ആർക്കും അറിയാത്തൊരവസ്ഥയിലേക്ക് പോകുന്നില്ലേ എന്ന് സംശയം വരും. അത് ദൈവാധീന കുറവെന്നാണ് പറയുക ദൈവജ്ഞന്മാർ. അപ്പോൾ ദൈവാധീനം വർദ്ധിപ്പിക്കുവാനായിട്ട് എന്ത് ചെയ്യണം? വളരെ ലളിതമാണ്. വ്യാഴൻ്റെ ഒരു സ്ഥിതി വെച്ച് നോക്കുമ്പോൾ വ്യാഴാഴ്ചകളിൽ മത്സ്യമാംസാദികൾ ഒക്കെ മാറ്റി വെച്ചുകൊണ്ട് ശ്രീ വിഷ്ണു ക്ഷേത്ര ദർശനം, അടുത്ത ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം ഉണ്ടായി. ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തിയാലും ധാരാളം മതിയാകുന്നതാണ്. അവിടെ പോയിട്ട് ദിവസവും കഴിയുന്ന ദിവസങ്ങളിലൊക്കെ അവിടെ പോവുക. പ്രത്യേകിച്ച് വ്യാഴാഴ്ച ഇപ്പോൾ സൂചിപ്പിച്ചു, ബുധനാഴ്ച അവിടെ അവതാര വിഷ്ണുവിൻ്റെ ദിവസമാണ് ബുധനാഴ്ച. അവിടെ ചെല്ലുക, പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. നമ്മുടെ എല്ലാവർക്കും അറിയാവുന്ന ആ മന്ത്രം ജപിച്ചാൽ മതി. എല്ലാവർക്കും ജപിക്കാവുന്ന ഒരു മന്ത്രം കൂടിയാണ്. അതിൽ പ്രത്യേകിച്ച് ട്രെയിനിങ് ഒന്നും ആവശ്യമില്ല. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. എത്രത്തോളം സമർപ്പണത്തോടുകൂടി ഇത് ജപിക്കാമോ അത്രത്തോളം സമർപ്പണത്തോടുകൂടി ജപിച്ചോളൂ. ചെറിയ കച്ചവടക്കാരുൾപ്പെടെയുള്ള ആൾക്കാരുടെ സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങൾ, ഒരു സ്റ്റാഗ്നേറ്റഡ്, അത് കെട്ടിക്കിടക്കുന്ന ഒന്നും അങ്ങോട്ട് മുന്നോട്ട് പോകുന്നില്ല എന്നുള്ള ഒരവസ്ഥ ഭഗവാൻ കൃഷ്ണൻ മാറ്റിത്തരും എന്നുള്ളതിൽ സംശയം വേണ്ട. പൊതുവേ കാര്യങ്ങളിലുണ്ടായിരുന്ന തടസ്സങ്ങളും നീങ്ങിപ്പോകും. പുതിയ വീട് പണി ആരംഭിക്കുന്നവരും ഒക്കെ ഈ മന്ത്രജപം അത്യാവശ്യമാണ്. എന്ത് ലീഗൽ ട്രാൻസാക്ഷൻ ഈ മന്ത്രജപത്തോടുകൂടി മുന്നോട്ട് പോവുക. കാര്യങ്ങൾ അനുകൂലമായി വരും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കുക. മിഥുനം രാശി മകയിര അവസാനത്തെ പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യത്തെ 1/4 ഭാഗം. കോപമൊക്കെ ഏറിയിരിക്കുന്ന ഒരു കാലമാണ്. അതുപോലെ ഇമ്പൾസീവായിട്ട് കാര്യങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ തീരുമാനങ്ങൾ എടുക്കുക, ഇതിനൊക്കെയുള്ള സാധ്യത ഏറെയുള്ള ഒരു വാരമാണ് എന്നുള്ളതാണ്. എടുത്തുചാടി തീരുമാനങ്ങൾ എടുക്കുക എന്ന് പഴയ ആൾക്കാർ പറയാറുണ്ടല്ലോ, അതൊന്നും വേണ്ട എന്നുള്ളതാണ്. ആ വസ്തു അങ്ങോട്ട് വാങ്ങാം, അല്ലെങ്കിൽ വിൽക്കാം, അല്ലെങ്കിൽ ഈ വസ്തു ഉടനെ വാങ്ങാൻ പോവുകയാണ്, ഈ എന്തെങ്കിലും ഒരു ഐറ്റം, ഇലക്ട്രോണിക് അല്ലെങ്കിൽ മെക്കാനിക്കൽ ഐറ്റം, അല്ലെങ്കിൽ ഈവൻ ഒരു വാഹനം ഇപ്പം അങ്ങ് വാങ്ങിയേക്കാം, അങ്ങനെയുള്ള തീരുമാനങ്ങളൊന്നും ചാടിക്കയറി എടുക്കരുത് എന്നുള്ളതാണ്. കാരണം തെറ്റായി പോകാനുള്ള സാധ്യത ഏറെയാണ്. അതുകൊണ്ട് പിന്നീട് വളരെയധികം നഷ്ടം വരാം. നമ്മൾ പല കാര്യങ്ങൾക്കും മാറ്റിവെച്ചിരിക്കുന്ന പണം പോലും അതിന് ചിലവാക്കേണ്ട സാഹചര്യങ്ങൾ വരാം. റിപ്പയർ ഗൃഹത്തിന് വരാം, അതുപോലെ വാഹനത്തിനും വരാം. അതുകൊണ്ട് ഡ്രൈവിംഗ് ഒക്കെ വളരെ ശ്രദ്ധിക്കുക. വിലപിടിപ്പുള്ള വസ്തുക്കളൊക്കെ സൂക്ഷിച്ച് വയ്ക്കുക. ഒരു സ്പെഷ്യൽ കെയർ വേണം. കാരണം ചില കാര്യങ്ങൾ നഷ്ടപ്പെടാനുള്ള സാധ്യത ഏറെയുള്ള വാരമാണ്. അതുപോലെ നഷ്ടപ്പെടുക എന്ന് പറയുമ്പോൾ നമ്മൾ ചില ബന്ധങ്ങളിലും ശൈഥില്യങ്ങൾ വരാം എന്നുള്ളതുകൊണ്ട് വീട്ടിനകത്തായാലും പുറത്തായാലും ഒരു കൺട്രോൾഡ് ടോക്ക് അത്യാവശ്യമാണെന്നുള്ളത്. നിയന്ത്രണത്തോടുകൂടി മാത്രം സംസാരിക്കുക, പ്രതികരിക്കുക, ഇത് അത്യാവശ്യമാണ്. എന്ത് കാര്യങ്ങളിലും നമ്മളൊന്ന് പ്രതികരിക്കുന്നതിന് മുമ്പ് ഒരു ഫ്യൂ സെക്കൻഡ്സ്, ഒരു 2-3 സെക്കൻഡ്
എന്ന് മനസ്സുകൊണ്ട് ജപിച്ചതിന് ശേഷം മാത്രം പ്രതികരിക്കുക. അപ്പോൾ നമുക്കൊരു കൺട്രോൾ വരും. നമ്മുടെ അത് പ്രതികരണമാകില്ല, പുഞ്ചിരിയോടുകൂടിയുള്ള ഒരു മറുപടി മാത്രമാകും. അങ്ങനെ പല വ്യക്തിബന്ധങ്ങളും നമുക്ക് നഷ്ടപ്പെടാതെ നമുക്ക് സൂക്ഷിക്കുവാൻ കഴിയും എന്നുള്ളതാണ്. അതുപോലെ ബിസിനസ്സിൽ എക്സ്പാൻഷനൊന്നും തൽക്കാലം വേണ്ട, അതൊക്കെ മറ്റൊരവസരത്തിലേക്ക് മാറ്റി വെച്ചോളുക. അപ്പോൾ ദൈവാധീനം വർദ്ധിപ്പിക്കുവാനായിട്ട് നാരായണീയ പാരായണവും അതുകൊണ്ട് തന്നെ മനസ്സമാധാനക്കുറവുണ്ടായിരുന്നത് മനസ്സമാധാനത്തിലേക്ക് നയിക്കുവാനും നാരായണീയ പാരായണം സഹായിക്കും എന്നുള്ളതിൽ സംശയമൊന്നും തന്നെ വേണ്ട. കുടുംബത്തിൽ അങ്ങനെ സന്തോഷം വരും, സന്തോഷമായിരിക്കുക. കർക്കിടകം രാശി, പുണർന്ന അവസാനത്തെ കാൽഭാഗം, പൂയം, ആയില്യം. ഭേദപ്പെട്ട കാലമാണെന്ന് എല്ലാവരും പറയാറുണ്ട്. തീർച്ചയായിട്ടും ഭേദപ്പെട്ട കാലം തന്നെയാണ്. പുതിയ അവസരങ്ങൾ വന്നു ചേരുന്ന സമയമാണ്. അവസരങ്ങൾ ക്യാപിറ്റലൈസ് ചെയ്യുവാൻ, യൂസ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ ഹയർ എഡ്യൂക്കേഷൻ അവസരങ്ങൾ വരും, അപ്പോൾ തന്നെ ഉപയോഗിക്കുക. അത് അവസരം നഷ്ടപ്പെട്ടു പോയിട്ട് കാര്യമില്ല. അപ്പോൾ അതുപോലെ തന്നെ ജോലിക്കുള്ള ഓപ്പർച്യൂണിറ്റീസ് ഇങ്ങനെ എമേർജ് ചെയ്യും. യു ഷുഡ് ബി വെരി അലേർട്ട് എന്നുള്ളതാണ്. ആ ജോലിക്കുള്ള ഓപ്പർച്യൂണിറ്റീസ് അപ്പം തന്നെ അവൈൽ ചെയ്യുക, അപ്പം തന്നെ അത് സ്വീകരിക്കുക, അപ്പം തന്നെ അപ്ലൈ ചെയ്യുക. ഏത് ഇൻ്റർവ്യൂ ആണെങ്കിലും ഏത് റിട്ടേൺ ടെസ്റ്റ് ആണെങ്കിലും എഴുതുവാനാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അത് ടെൻഷൻ ഇല്ലാതെ എഴുതിക്കൊള്ളുക. ടെൻഷനുള്ളൊരു കാലമാണ്, അതുകൊണ്ടാണ് ടെൻഷൻ ഇല്ലാതെ എഴുതണം എന്ന് പറഞ്ഞ് അത് എക്സാമിൽ ക്വാളിഫൈ ചെയ്യാനുള്ള ഭാഗ്യം വരും. ഹയർ എഡ്യൂക്കേഷനുള്ള യോഗം വരും. ഒരു പ്രത്യേക പ്രായത്തിലുള്ളവരും മൈൻഡ് സെറ്റുള്ളവർക്കും പ്രണയത്തിനുള്ള സാധ്യത വളരെ. പ്രണയം എന്ന് പറയുമ്പോൾ അങ്ങോട്ട് ഓപ്പോസിറ്റ് സെക്സുമായിട്ടുള്ളൊരു പ്രണയവും അതിൽ വിവാഹത്തിലെത്തുന്ന കാര്യവും അല്ലെങ്കിൽ മധുര സ്മരണകൾ ഇങ്ങനെയുള്ള കാര്യം മാത്രമല്ല. പ്രണയം എന്ന് പറയുമ്പോൾ ഒരു അറ്റാച്ച്മെൻറ്റ് ടു സംബഡി എന്നുള്ള അതിനൊരു സ്നേഹം, അത് പ്രണയമാകാം ചില പ്രായത്തിലുള്ളവർക്ക്, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ആ ഒരു അറ്റാച്ച്മെൻറ്റ് വരാം, പുതിയ ഫ്രണ്ട്ഷിപ്പ് വരാം, ഫ്രണ്ട്ഷിപ്പിലൂടെ ഉയർച്ച വരാം, അല്ലെങ്കിൽ നമുക്ക് സൗഹൃദം ഉണ്ടാകും, പ്രത്യേക സൗഹൃദം, മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന സൗഹൃദം വരാം. ഇങ്ങനെയുള്ള വളരെ നല്ല കാര്യങ്ങൾ സംഭവിക്കുന്ന ഒരു വാരമാണ് എന്നുള്ളതാണ്. അപ്പോൾ ജാതകത്തിൽ ചിലർക്ക് ദശാപഹാരങ്ങൾ രാഹുവിൻ്റെയോ കേതുവിൻ്റെയോ അല്ലെങ്കിൽ ശനിയുടെയോ ഒക്കെ വരാം. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ചെറിയ, അത് വളരെ മൈനോറിറ്റി ആയിപ്പോളൂ ഇപ്പോൾ ഈ സമയത്ത് അതൊരു 20% അത് ഈ രാശിയിൽ ജനിച്ചവരുടെ ഒരു 20% ഇങ്ങനെയുള്ള ചെറിയ വൈകാരിക പ്രയാസങ്ങൾ, അവർക്ക് ചില സാമ്പത്തിക പ്രയാസങ്ങൾ വരാം. അവർക്ക് സാമ്പത്തിക പ്രയാസം വരുന്നതിനൊരു കാരണമുണ്ട്. ഈ രാശിയിൽ ജനിച്ചവർക്ക് കഴിഞ്ഞ ചില വർഷങ്ങളായിട്ട് തന്നെ പണം ഇങ്ങനെ കയ്യിൽ നിന്ന് പൊയ്ക്കൊണ്ടിരിക്കുക. ഇത് എവിടെയായി പണം പോകുന്നതെന്ന് തന്നെ ഒരു പക്ഷേ അറിയുന്നുണ്ടാവില്ല. ഈ ഇടയ്ക്ക് ചിലപ്പോൾ കുറച്ച് പണം കിട്ടിയിട്ടുണ്ട്, അതും ഇങ്ങനെ തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ള കാര്യത്തെക്കുറിച്ച് ആലോചിച്ച് കഴിഞ്ഞാൽ അതിന് ഒരു മറുപടി സ്വയം കണ്ടുപിടിക്കാനും കഴിയണമെന്നില്ല. ഈ രാശിക്കാരിപ്പോൾ ചെയ്യേണ്ട അഷ്ടമശനിയുടെ ഒരു കാലം കൂടിയാണ്. അപ്പോൾ ശനി ഇങ്ങോട്ട് 7ാം ഭാവാധിപൻ 8ൽ നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഇത് എങ്ങോട്ടാണ് പോകുന്നത്, മറ്റുള്ളവർ വഴിയാണോ നമ്മുടെ കയ്യിൽ നിന്ന് തന്നെയാണോ എന്നൊക്കെ നമുക്ക് പലപ്പോഴും സംശയം തോന്നാം. അതുകൊണ്ട് തന്നെ പണത്തിലെ ചിലവിലൊരു റെസ്ട്രിക്ഷൻ വേണമെങ്കിൽ വൈഫായാലും ഹസ്ബൻഡായാലും അച്ഛനായാലും അമ്മയായാലും അവരുടെ സഹായം കൂടി സ്വീകരിച്ചോളൂ ഇൻ സ്പെൻഡിങ് ക്യാഷ്. അതുപോലെ ഇലക്ട്രോണിക് ഐറ്റംസ് ഒക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ചിലപ്പോൾ കേടായിട്ടുള്ള റിപ്പയർ വേണ്ട വസ്തുക്കളായിരിക്കും ലഭിക്കുക. സെക്കൻഡ് ഹാൻഡ് വെഹിക്കിൾസ് ഒന്നും ഇപ്പോൾ വാങ്ങരുത്. വാങ്ങിയാൽ യു വിൽ ബി റണ്ണിങ് ഇൻ ടു ട്രബിൾ എന്നുള്ളതാണ്. അത് സൗഹൃദം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോഴുള്ള സൗഹൃദം പലപ്പോഴും നമ്മൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആരോടെങ്കിലും ഡിസ്ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് മൈറ്റ് ബി യൂസ്ഡ് അഗൻസ്റ്റ് യു എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ആരോടെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ നമുക്കെതിരായിട്ട് തന്നെ പിന്നീട് ഉപയോഗിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ട് അതിലും ഒരു നിയന്ത്രണം വേണം. എന്തായാലും പ്രണയത്തിനുള്ളൊരു സാധ്യത, വിവാഹ നിശ്ചയത്തിനും വിവാഹത്തിനുമുള്ള ഭാഗ്യം, വസ്തുവിൻ്റെ ട്രാൻസാക്ഷൻസ്, കുറേ പണം അപ്രതീക്ഷിതമായിട്ട് കയ്യിൽ വന്ന് ചേരാനുള്ള ഭാഗ്യം, ചിട്ടിയൊക്കെ ആവും. അതിനൊക്കെ ശ്രമിച്ചോളൂ കേട്ടോ. ലോട്ടറി എന്ന് പറയുന്നത് ഹൈ റിസ്ക്കാണ്. അതിനും ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ ഒന്ന് ശ്രമിച്ചു നോക്കൂ കേട്ടോ. അനുകൂലമായിട്ടുള്ള ദശാഭാരങ്ങൾ കൂടിയാണെന്നുണ്ടെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ഉയർച്ച ഏതാണ്ട് നമുക്ക് നിശ്ചയിക്കാം. അപ്പോൾ ദശാഭാരങ്ങളിൽ അനുകൂലമല്ല എന്നുണ്ടെങ്കിൽ അതിനും കൂടെ ഒന്ന് പരിഹാരം ചെയ്യണം. ഒരു ദൈവജ്ഞനെ കാണേണ്ട ഒരു കാലമാണ്. കാരണം 11 വ്യാഴം നിൽക്കുമ്പോൾ നമുക്ക് നല്ലത് വന്നേ പറ്റുള്ളൂ. എപ്പോഴെങ്കിലും അത് നല്ലത്, അതായത് ഈ ഒരു 4-5 മാസത്തിനകത്ത് തന്നെ നേട്ടങ്ങൾ വന്നേ കഴിയൂ. അപ്പോൾ വരുന്നില്ല എന്നുണ്ടെങ്കിൽ ദശാപഹാരങ്ങളിൽ എന്തോ പ്രയാസമുണ്ട്. കുടുംബ പരദേവതയെ ഒന്ന് വണങ്ങണം. ദേശനാഥൻ നമ്മൾ പറയും, ദേശനാഥൻ, ഗ്രാമദേവത എന്നൊക്കെ പറയും. അവരെയൊക്കെ വണങ്ങി അനുവാദം വാങ്ങിക്കൊള്ളൂ കേട്ടോ. ഉയർച്ചയ്ക്ക് ഭാഗ്യമുണ്ട്. ഹയർ എഡ്യൂക്കേഷൻ, ജോലിക്ക് ഭാഗ്യമുണ്ട്. ജോലിയിലെ ഉയർച്ച, ഇങ്ങനെയുള്ള പല കാര്യങ്ങൾക്കും അനുകൂലമായിട്ടുള്ള ഫലം കാണുന്നു എന്നുള്ളതുകൊണ്ട് മഹാഗണപതിയെ പ്രത്യേകം പ്രാർത്ഥിക്കേണ്ടത് അത്യാവശ്യം. ഓം ഗണേശായ നമഃ, ഓം ശ്രീ ഗൗരീപുത്രായ നമഃ, ഓം സ്കന്ദാഗ്രജായ നമഃ, അവ്യായ നമഃ. ഈ അഷ്ടോത്തര ശതനാമാവലി കിഴക്ക് ദർശനമായിട്ട് ജപിച്ചോളൂ കേട്ടോ. അതിന് വളരെ പ്രാധാന്യമുള്ളൊരു സമയമാണ്. തടസ്സങ്ങൾ നീക്കണം. അടുത്ത ക്ഷേത്രത്തിലെ ഗണപതിയെ കഴിയുമെങ്കിൽ ദിവസവും വണങ്ങിക്കോളൂ. അനുകൂല ഭാവം വരും എന്നുള്ളതിൽ സംശയം ഒന്നും തന്നെ വേണ്ട. സന്തോഷമായിരിക്കുക. ചിങ്ങം രാശി, മകം പൂരം ഉത്രമാദ്യത്തെ കാൽഭാഗം.
ഈ രാശിയിലൊരു 50% ആൾക്കാർക്കും ചില ടെൻഷൻസ് ഉള്ളൊരു സമയമാണ്. ടെൻഷൻ എന്ന് വെച്ചാൽ ഏറെ ടെൻഷൻ, മുൻപൊന്നും ഒരിക്കലും ഉണ്ടായിട്ടില്ലാത്ത രീതിയിലുള്ള ടെൻഷൻ, എല്ലാ കാര്യങ്ങൾക്കും തടസ്സം, ഇതൊക്കെ വരുന്ന ഒരു കാലമാണ്. പഴയ ഊർജ്ജസ്വലതയൊക്കെ നഷ്ടപ്പെട്ടതായിട്ടുള്ള ഒരു തോന്നലുണ്ടാകും. എല്ലാ കാര്യത്തിലും ഇതിപ്പോൾ ശരിയാവോ, ഇതിപ്പോൾ ഞാൻ ഇറങ്ങിയിട്ട് എന്താ കാര്യം, അത് പഠനത്തിലായാലും ഒരു കോഴ്സിന് പുതിയ അഡ്മിഷൻ കിട്ടിയാലും ഇതെന്നെ കൊണ്ട് പറ്റുമോ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് എന്ന് തോന്നലുണ്ടാവും. ഒരു ജോലിക്ക് ഇൻ്റർവ്യൂവിന് പോകുമ്പോഴും ഇത് കിട്ടാനുള്ള സാധ്യതയില്ല എന്നൊക്കെയുള്ളൊരു തോന്നലുണ്ടാവും. ഈ ആത്മവിശ്വാസക്കുറവാണ് ഇപ്പോൾ മാറ്റേണ്ടത്. എന്നാൽ അടിസ്ഥാനപരമായിട്ട് നമ്മൾ കണ്ടകശനി എന്നൊക്കെ പറയും. കണ്ടകശനി എന്ന് വെച്ചാൽ ശനി സ്വക്ഷേത്ര ബലവാനായിട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. എല്ലാ കാര്യങ്ങളും ആക്ടിവേറ്റ് ചെയ്യുന്ന ഒരു സമയമാണ്. അപ്പോൾ അതിൽ പ്രത്യേക രാജയോഗമൊക്കെ വിധിക്കുന്നുണ്ട് ജാതകത്തിൽ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഒരു ശ്രമമുണ്ടെങ്കിൽ ശനി സംപ്രീതനാവും, കഠിനാധ്വാനമുണ്ടെങ്കിൽ എന്നുള്ളതാണ്, ദാനധർമാദികൾ കൊണ്ടും എന്നുള്ള കാര്യം അറിഞ്ഞു വെച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. ഓപ്പർച്യൂണിറ്റീസ് വരികയാണെങ്കിൽ അത് വേണ്ട രീതിയിൽ ശക്തമായിട്ട് മുന്നോട്ട് പോയിക്കോളൂ. ജോലി ലഭിക്കാനുള്ള ഭാഗ്യം, ബിസിനസ്സിൽ പല കാര്യങ്ങളിലും തടസ്സം വന്നാലും ചില കാര്യങ്ങളിൽ അനുകൂല ഭാവം ഈ വാരം പ്രതീക്ഷിക്കാം എന്നുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് ചില പ്രത്യേക പ്രാർത്ഥനകൾ നടത്തേണ്ടത് അത്യാവശ്യം. ശനിമന്ത്രം എല്ലാവർക്കും അറിയാവുന്നുള്ള കാര്യമാണ്. നീലാഞ്ജന സമാനാഭം രവിപുത്രം യമാഗ്രജം ഛായാമാർത്താണ്ഡസംഭൂതം തം നമാമി ശനൈശ്ചരം. ഓം ശനൈശ്ചരായ നമഃ. കിഴക്ക് ദർശനമായിട്ട് നിവർന്നിരുന്ന സൂര്യൻ ഉദിച്ചതിന് ശേഷം ജപിക്കുക. 9 പ്രാവശ്യം വെച്ച് 3 നേരവും ജപിക്കുന്നതുകൊണ്ട് ശനിയെ കൊണ്ടുള്ള പ്രയാസങ്ങൾ നീങ്ങും. നമ്മുടെ സൽപ്പേരിന് പ്രയാസം വരാൻ സാധ്യതയുള്ളതുകൊണ്ട് ഹയർ അതോറിറ്റീസും ഒക്കെ ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഒരു കൺട്രോൾ വേണം. അതുപോലെ തന്നെ നമ്മളൊരു ഡിസിഷൻ മേക്കർ ആണെന്നുണ്ടെങ്കിൽ അതിലും പ്രത്യേക പവർ ആൻഡ് അതോറിറ്റിയുള്ള ജോബ്സ് ഉണ്ടല്ലോ. അപ്പോൾ അതിനകത്തൊക്കെ ഇരിക്കുന്നവരൊരു ശ്രദ്ധയോടുകൂടി ഫങ്ഷൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് അത് പല പ്രയാസങ്ങൾക്കും വഴി വയ്ക്കാം എന്നുള്ളതുകൊണ്ട് ഒന്ന് ശ്രദ്ധിക്കുക, അത്രയേ ഉള്ളൂ. അലസത അങ്ങേറ്റം വരാം. വിദ്യാർത്ഥികൾക്ക് ഒന്നും ചെയ്യാനുള്ളൊരു താല്പര്യം ഇല്ല എന്നുള്ളതാണ്. അതായത് പഴയ പൊട്ടൻഷ്യലൊക്കെ വെച്ച് നോക്കുമ്പോൾ യു ഷുഡ് ഹാവ് കം അപ്പ് വെരി വെൽ എന്നൊക്കെ തോന്നുമെങ്കിലും അതൊന്നും അങ്ങോട്ട് അപ്ലൈ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം വരെ. അവരെന്താ ചെയ്യേണ്ടത്? അവർ ആദിത്യപ്രീതി വരുത്തിക്കൊള്ളൂ. നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ ആദിത്യന് പുഷ്പാഞ്ജലി കഴിപ്പിച്ചു. ഓം ആദിത്യായ നമഃ, ഓം ആദിത്യായ നമഃ, ഓം ആദിത്യായ നമഃ ജപിച്ചോളുക 9 പ്രാവശ്യം. രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും അസ്തമനത്തിന് തൊട്ട് മുമ്പും ജപിച്ചോളൂ. പ്രയാസങ്ങളൊക്കെ നീങ്ങും. ആരോഗ്യപരമായിട്ടുള്ള പ്രയാസങ്ങളും ഒക്കെ അതിനൊക്കെയുള്ള ഒരു പരിഹാരം ഉണ്ടാവും എന്നുള്ളതാണ്. മെഡിസിൻസൊക്കെ എഫക്റ്റ് ചെയ്യുന്ന ഒരു കാലം ഈ ജപം കൊണ്ട് ലഭിക്കും എന്നുള്ളതിലും സംശയം വേണ്ട. സന്തോഷമായിരിക്കുക. കന്യരാശി ഉത്തര അവസാനത്തെ 1/4 ഭാഗം, അത്തം ചിത്തിര ആദ്യത്തെ പകുതി ഭാഗം. ചില സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങൾ വന്നു ചേരുവാനും പഴയ ചില ഫ്രണ്ട്സിനെയൊക്കെ മീറ്റ് ചെയ്യുവാനും അല്ലെങ്കിൽ ബന്ധുക്കളെ മീറ്റ് ചെയ്യുവാനും ഒക്കെയുള്ള ഭാഗ്യമുണ്ടാകും. ആഡംബര വസ്തുക്കൾ പ്രസൻ്റായിട്ട് ലഭിക്കാനുള്ളൊരു ഭാഗ്യമുണ്ട്, അല്ലെങ്കിൽ വാങ്ങാനുള്ളൊരു യോഗമുണ്ട്. ഹോം അപ്ലയൻസസ് ലഭിക്കുവാനുള്ള ഭാഗ്യവും കാണുന്നു. വീട് വയ്ക്കാനോ പ്ലോട്ട് വാങ്ങാനോ ഫ്ലാറ്റ് ഒക്കെ വാങ്ങാനോ ഒക്കെയുള്ളൊരു ആഗ്രഹവും തീരുമാനവും വരാനുള്ള ഭാഗ്യം. ഇതിനാവശ്യമായിട്ടുള്ള ലോൺ, ക്രെഡിറ്റ് സൗകര്യങ്ങൾ, വേണ്ടപ്പെട്ടവരുടെ സഹായം ഒക്കെ ലഭിക്കുന്ന ഒരു കാലമാണ്. ഹയർ എഡ്യൂക്കേഷൻ ആഗ്രഹിക്കുന്നവർക്ക് മെഡിസിൻ ആയാലും എൻജിനീയറിംഗ് ആയാലും മാനേജ്മെൻ്റ് ആയാലും അതിനുള്ള ഒരു അവസരം ലഭിക്കുവാനുള്ള ഭാഗ്യം ഉള്ള സമയമാണെന്ന് പ്രത്യേകിച്ച് അറിഞ്ഞോളൂ. വിവാഹ കാര്യങ്ങൾ, പ്രത്യേകിച്ച് ദോഷജാതകമുണ്ടല്ലോ, രാഹുദോഷം, ശനിദോഷം, ചൊവ്വാദോഷം എന്നൊക്കെ ഉള്ള ഈ ജാതകങ്ങൾ ഉള്ളവർക്ക് വിവാഹ കാര്യങ്ങളിൽ ആവർത്തിച്ച് വന്നിരുന്ന തടസ്സം അങ്ങോട്ട് കുറയുവാനും നല്ലൊരു വിവാഹാലോചന വരാനും ഭാഗ്യമുണ്ട്. അത് നിശ്ചയത്തിലേക്കോ വിവാഹത്തിലേക്കോ എത്തുവാനുള്ളൊരു ഭാഗ്യവുമൊക്കെ ഈ വാരം കാണുന്നു എന്നുള്ളതുകൊണ്ട് പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോവുക. വിവാഹം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലെ തടസ്സങ്ങളൊക്കെ നീക്കേണ്ടത് അത്യാവശ്യം എന്നുള്ള കാര്യം പ്രത്യേകം അറിയുക. അപ്പോൾ അതിനായിട്ട് ചെയ്യേണ്ട കാര്യം ശിവക്ഷേത്ര ദർശനം നടത്തിക്കോളൂ. ശിവക്ഷേത്ര ദർശനം നടത്തി വിവാഹ കാര്യങ്ങളിൽ തടസ്സം ഉണ്ടെങ്കിൽ അവിടെ ഒരു സ്വയംവര പുഷ്പാഞ്ജലി കൂടി നടത്തുക എന്നുള്ളതാണ്. സ്വയംവര സ്തോത്രം, സ്വയംവര മന്ത്രം അങ്ങോട്ട് ജപിച്ചോളൂ. അതായത് പാർവതി സങ്കല്പത്തിലുള്ള ശിവക്ഷേത്രമാണെങ്കിൽ ഏറെ നല്ലത്. അവിടെ ദർശനം നടത്തുന്നു, അതിനുള്ളിൽ നിന്ന് ഈ പ്രാർത്ഥന നടത്തുന്നതും ഈ ജപിക്കുന്നതും കൊണ്ട് വിവാഹം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലെ തടസ്സങ്ങൾ നീങ്ങുമെന്ന് മാത്രമല്ല ആരോഗ്യപരമായിട്ടുള്ള പ്രയാസങ്ങളും നീങ്ങിപ്പോകും. സന്തോഷമായിരിക്കുക. തുലാം രാശി ചിത്തിര അവസാനത്തെ പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യത്തെ 1/4 ഭാഗം.
പൊതുവേ കാര്യങ്ങളിലൊക്കെ ഒരു സ്ലോനെസ്, ഡിലേ അല്ലെങ്കിൽ തടസ്സം എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, അത് വരുന്ന ഒരു സമയമാണ്. നമ്മളെ സഹായിക്കാനായിട്ട് താല്പര്യമുള്ളവർക്ക് പോലും സഹായിക്കാൻ പറ്റാത്തൊരവസ്ഥ. പിന്നീട് നമ്മൾ എന്തെങ്കിലും ഒരു ആവശ്യമായിട്ട് ഒരാളെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്നൊരു ഇൻഡിഫറൻ്റ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് വരുന്നത് കൊണ്ട് മനസ്സിനൊരു വിഷമം ഉണ്ടാകാം. നമ്മൾ അങ്ങോട്ട് ഒരുപാട് പേരെ സഹായിച്ചിട്ടുണ്ടാവും. അപ്പോൾ എന്നാൽ അവരുടെ ഒരു സമീപനം നമുക്ക് അത്ര ഒരു സന്തോഷം പകരുന്നതാകണമെന്ന് നിർബന്ധമില്ല. അതുപോലെ വേണ്ടപ്പെട്ടവർ, വളരെ അടുത്ത ബന്ധുക്കളുടെയൊക്കെ അഭിപ്രായം അത്ര സ്വീകാര്യമാക്കണം എന്നില്ല. ഒരു അഭിപ്രായം പറയുന്നത് കൊണ്ട് തന്നെ മനസ്സിന് വിഷമം വരാമെന്നുള്ളതാണ്. അതൊരു കോൺഫിഡൻസ് ലെവൽ കുറഞ്ഞിരിക്കുന്ന ഒരു കാലമാണ് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിഞ്ഞോളൂ. വരവിൽ ചില തടസ്സങ്ങളൊക്കെ വരികയും അതുപോലെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസസ് വളരെയധികം കൂടുന്നതുകൊണ്ട് ഈ കാര്യങ്ങൾ ഫൈനാൻഷ്യൽ സൈഡ് എങ്ങനെ മാനേജ് ചെയ്യും എന്നുള്ള കാര്യങ്ങളിങ്ങനെ ചിന്തിച്ച് ഉറക്കത്തിനെ അത് ബാധിക്കാം. അതുപോലെ എഴുന്നേൽക്കുമ്പോഴും അത് ക്ഷീണം അനുഭവപ്പെടാം. അതിനുള്ള സാധ്യത ഏറെയാണ്. അത് കിടക്കുമ്പോഴും അല്പം ഒരു ടെൻഷനോടുകൂടി കിടക്കേണ്ട സാഹചര്യങ്ങൾ വരെ. അവിടെ ചെയ്യേണ്ട കാര്യം പുഞ്ചിരിയോടുകൂടി നമ്മൾ കാര്യങ്ങളെ നേരിടുക എന്നുള്ളത്. അപ്പോൾ എല്ലാവരും പറയും അതൊക്കെ പറയാൻ എളുപ്പമാണ്. പറ്റും, കഴിയുന്നുള്ള ആ വിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോവുക. ഈ പറയുന്ന കാര്യം ഒന്ന് ചെയ്തു നോക്കൂ. നമുക്ക് ആ ടെൻഷൻ വരുമ്പോൾ ഉടനെ തന്നെ മൈൻഡിൻ്റെ അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്യാം. ഓം ശ്രീ വിഘ്നേശ്വരായ നമഃ. ശ്രീരാമനെ പിന്നെ മനസ്സുകൊണ്ട് ധ്യാനിക്കുക. ശ്രീരാമജയം. ഹനുമാൻ സ്വാമി ആ പവർഫുള്ളായിട്ടുള്ള ബിൽഡ്, ആ ഒരു രൂപമുണ്ടല്ലോ, ഹനുമാൻ സ്വാമിയുടെ ഒരു രൂപമുണ്ടല്ലോ, ശക്തിയുടെ പ്രതീകമാണ്, ആത്മവിശ്വാസത്തിൻ്റെ പ്രതീകമാണ്. അപ്പോൾ ഹനുമാൻ സ്വാമി ഒന്ന് മനസ്സുകൊണ്ട് ധ്യാനിച്ചുകൊണ്ട് ഓം ആഞ്ജനേയായ നമഃ, ഓം ആഞ്ജനേയായ നമഃ, ഓം ആഞ്ജനേയായ നമഃ, ഓം ആഞ്ജനേയായ നമഃ ശക്തമായിട്ടൊന്ന് ജപിച്ചു നോക്കൂ. നിമിഷങ്ങൾക്കകം നമ്മുടെ മനസ്സിൻ്റെ വിഷമം അങ്ങോട്ട് മാറിയിട്ട് മുഖം പുഞ്ചിരി കൊണ്ട് നമുക്ക് നിറയ്ക്കുവാൻ കഴിയും എന്നുള്ളതാണ്. അങ്ങനെ ഉറങ്ങിക്കോളൂ. ക്ഷീണമൊക്കെ മാറും. നമുക്ക് ഒരു ലക്ഷ്യമുണ്ടാകും. ലക്ഷ്യത്തിലൂടെ ഉയർച്ചയ്ക്കുള്ള ഭാഗ്യവും വന്നു ചേരും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കും. വൃശ്ചികം രാശി, വിശാഖം അവസാനത്തെ കാൽഭാഗം, അനിഴം, തൃക്കേട്ട. പൊതുവേ നേട്ടങ്ങൾ തന്നെയാണ് കാണുന്നത്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അല്പം പണം വരാം. അതിപ്പോൾ ഇൻക്രിമെൻ്റ് ആകാം, അരിയേഴ്സ് ആകാം, സാലറി അരിയേഴ്സ് ആകാം, അല്ലെങ്കിൽ ഒരു പ്രൊമോഷൻ സാധ്യതയൊക്കെ വരാം. ജോലി അന്വേഷിക്കുന്ന യങ്സ്റ്റേഴ്സിനും, പ്രത്യേകിച്ച് പ്രൊഫഷണലി ക്വാളിഫൈഡ് ആയിട്ടുള്ള എൻജിനീയേഴ്സിനും മാനേജ്മെൻറ്റ് എക്സ്പേർട്സിനും ഒക്കെ നല്ല ഓപ്പർച്യൂണിറ്റീസ് വന്നു ചേരുന്നൊരു സമയമാണ്. വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനും അവസരങ്ങൾ വന്നു ചേരും. ടൂർ ആൻഡ് ട്രിപ്സൊക്കെ സാധ്യമാകും. ആഘോഷങ്ങളിൽ പങ്കെടുക്കുവാനുള്ള യോഗമുണ്ടാകും. മനസ്സിന് ഇഷ്ടപ്പെട്ട ചില വ്യക്തികളുമായിട്ടുള്ള പരിചയം വളരെയധികം മനസ്സിന് എനർജൈസ് ചെയ്യും എന്നുള്ളതാണ്. പഴയ സുഹൃത്തുക്കളെയൊക്കെ കണ്ടുമുട്ടുവാനും നമ്മളെ ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും ഒരു വ്യക്തിയോട് ഒരു അടുപ്പം കൂടുതൽ വരാനുള്ളൊരു സാഹചര്യം ഒരുങ്ങാനുമുള്ള ഒരു യോഗമുണ്ട്. അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ പലരും അത് പ്രണയം അങ്ങനെയൊക്കെ അതും ആകാം എന്നുള്ളതേ ഉള്ളൂ. അങ്ങനെയല്ലല്ലോ. നമുക്ക് പരിചയമുള്ള വളരെ കാലമായിട്ട് നമുക്ക് കോൺടാക്റ്റ് ഇല്ലാത്ത ഒരാളുമായിട്ടുള്ള ഒരു സൗഹൃദത്തിൽ നമുക്ക് നമ്മളെ തന്നെ അറിയാൻ സഹായിക്കുന്ന രീതിയിലുള്ള അവരുടെ സമീപനം നമ്മളിലൊരു ആത്മവിശ്വാസം വളർത്തുകയും അങ്ങനെ കാര്യങ്ങൾ വിജയത്തിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുവാൻ കഴിയുകയും ചെയ്യും. വിവാഹ കാര്യങ്ങളിൽ ഒരു തീരുമാനമാകുവാനുള്ള ഭാഗ്യമുള്ള സമയമാണ്. സൽസന്തതിയുടെ ജനനം, കുടുംബത്തിൽ ആഘോഷങ്ങൾ, ഇതൊക്കെ വരാനുള്ള ഒരു ഭാഗ്യമുണ്ട്. ദൂരയാത്രയ്ക്കും ഉല്ലാസയാത്രയ്ക്കുമുള്ള ഭാഗ്യവും, വീട് പണിക്കുള്ള യോഗവും, അല്ലെങ്കിൽ വീടൊന്ന് ഡെക്കറേറ്റ് ചെയ്യാനുള്ള ഭാഗ്യവും, പുതിയ വാഹനം വാങ്ങുന്നതിനെക്കുറിച്ച് ചിന്തിക്കുവാനും ഫ്ലാറ്റിനെ കുറിച്ചൊക്കെ ചിന്തിക്കുവാനും ഒക്കെയുള്ള ഈ യോഗം ഈ വാരം കാണുന്നു. അനുകൂലമായിട്ടുള്ള ഈ ഫലസൂചനകളിലെ തടസ്സങ്ങൾ നീക്കുവാനായി ചൊവ്വാഴ്ചകളിൽ വ്രതമെടുത്ത്, മത്സ്യമാംസാദികൾ ഉപേക്ഷിച്ച് വ്രതമെടുത്ത് ഭദ്രകാളി ക്ഷേത്ര ദർശനം നടത്തുക. ഭദ്രകാളിയുടെ ഇഷ്ടസൂക്തം ജപിക്കുന്നതുകൊണ്ട് സകല തടസ്സങ്ങളും നീങ്ങുന്നുള്ളതിൽ സംശയം വേണ്ട. അതറിയാത്തവർ ഓം ശ്രീ ഭദ്രകാളിയേ നമഃ, ഓം ശ്രീ ഭദ്രകാളിയേ നമഃ, ഓം ശ്രീ ഭദ്രകാളിയേ നമഃ, ഓം ശ്രീ ഭദ്രകാളിയേ നമഃ എന്നുള്ള ആ മന്ത്രം ജപിച്ചോളൂ. സങ്കല്പത്തോടുകൂടി ഭഗവതിയുടെ രൂപം മുന്നിൽ കണ്ടുകൊണ്ട് ജപിക്കുക. എല്ലാ തടസ്സങ്ങളും നീങ്ങും. ജീവിത വിജയം ഉണ്ടാകും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കുക. ധനുരാശി, മൂലം, പൂരാടം, ഉത്രാടം ആദ്യത്തെ കാൽഭാഗം. കുറച്ചു കാലമുണ്ടായിരുന്ന ഒരു സ്റ്റാഗ്നേഷൻ, ഒന്നും അങ്ങോട്ട് മുന്നോട്ട് പോകുന്നില്ല എന്നുള്ളൊരു തോന്നലൊക്കെ മാറിക്കിട്ടും. ചില കാര്യങ്ങളിലൊക്കെ വിജയം വരാനുള്ള ഭാഗ്യമുണ്ട്. ക്വാളിഫൈഡ് ആയിട്ടുള്ളവർക്ക് അർഹിക്കുന്ന ഒരു ജോബൊക്കെ കിട്ടാൻ അല്പം ബുദ്ധിമുട്ടുള്ള സമയമാണെങ്കിലും ചെറിയൊരു വരുമാന മാർഗമെങ്കിലും തെളിഞ്ഞു വരും എന്നുള്ളതിൽ സംശയം വേണ്ട. വിവാഹ കാര്യങ്ങളിൽ ഒരു താമസം, ഡിലേ ഒക്കെ കാണുന്നുണ്ട്. എന്നാൽ ജാതകത്തിൽ ബേസിക് ഹോറോസ്കോപ്പിൽ എന്തെങ്കിലും ദോഷമുണ്ടോ? ഇപ്പോൾ 7ഉം 8ഉമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എന്തെങ്കിലും പാപസ്ഥിതി ഉണ്ടെങ്കിൽ അതിന് പരിഹാരം ചെയ്യേണ്ടത് അത്യാവശ്യം. 7ാം ഭാവാധിപൻ 6ലും 8ലും 12ലും മറഞ്ഞാലും വിവാഹ കാര്യങ്ങളിൽ തടസ്സം വരാം.
എന്നുള്ളതുകൊണ്ട് അതൊക്കെ ഒന്ന് നോക്കി വയ്ക്കുക. ഒരു ബെറ്റർ പീരീഡ് വരുന്നുണ്ട്. അപ്പോൾ ആ കാലത്ത് വിവാഹ നിശ്ചയമൊക്കെ നടക്കാനുള്ള ഭാഗ്യമുണ്ട് എന്നുള്ളതുകൊണ്ട് നമ്മൾ നേരത്തെ തന്നെ അതിനൊക്കെ ഒരു അരങ്ങൊരുക്കണം എന്നുള്ളതാണ്. അതാണ് ജാതകത്തിൽ എന്തെങ്കിലും ദോഷമുണ്ടെങ്കിൽ അത് പരിഹരിക്കണം എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം അതാണ്. ദൂരദേശ യാത്രയ്ക്കുള്ള ഭാഗ്യമുണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഓഫീസിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളും ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ചെന്ന് പെടാനുള്ളൊരു സാധ്യതയുമൊക്കെ ഉണ്ട് എന്നുള്ളതുകൊണ്ട് നമ്മുടെ മൂവ്മെൻറ്റും നമ്മുടെ ടോക്കും ഒക്കെ ഒന്ന് സംസാരവും ഒക്കെ ഒന്ന് റെസ്ട്രിക്റ്റ് ചെയ്യുക. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ കാര്യങ്ങളൊക്കെ വിജയത്തിലെത്തിക്കുവാൻ കഴിയും എന്നുള്ളതിൽ സംശയമൊന്നും തന്നെ വേണ്ട. വീട് പണിക്കോ എന്തെങ്കിലും ആവശ്യമായിട്ട് ബന്ധപ്പെട്ട അൺഎക്സ്പെക്റ്റഡ് എക്സ്പെൻസ് ഈ വാരം കാണുന്നുണ്ട്. ധാരാളം ട്രാവൽ ഉണ്ടാകും. വളരെ വേണ്ടപ്പെട്ട ചില വ്യക്തികളുമായിട്ട് നമ്മുടെ കോൺടാക്റ്റ് പുതുക്കാനുള്ള ഒരു ഭാഗ്യം വരും. അവർ വഴി ഉയർച്ച, നമുക്കൊരു മനസ്സിന് ആത്മാവിന് തന്നെ ഒരു സന്തോഷം വരുന്ന രീതിയിലുള്ള ചില സൗഹൃദങ്ങൾ വരാനുള്ള ഭാഗ്യമുണ്ട്. അപ്പോൾ ജപിക്കേണ്ട ഒരു മന്ത്രം വ്യാഴമന്ത്രമാണ് എന്നുള്ള കാര്യം അറിയുക. ദേവാനാം ച ഋഷീണാം ച ഗുരും കാഞ്ചനസന്നിഭം ബുദ്ധിഭൂതം ത്രിലോകേശം തം നമാമി ബൃഹസ്പതിം എന്നുള്ള മന്ത്രം ജപിക്കുക. 16 പ്രാവശ്യം ജപിച്ചോളൂ. രാവിലെ 8 വൈകുന്നേരം 8 ജപിച്ചോളൂ. എല്ലാ തടസ്സങ്ങളും നീങ്ങി കുറേ കാലമായിട്ടുണ്ടായിരുന്ന പ്രയാസങ്ങൾ നീങ്ങി മനസ്സിന് സമാധാനവും സന്തോഷവും ശരീരത്തിന് ആരോഗ്യവും വരും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കും. മകരം രാശി ഉത്രാട അവസാനത്തെ 3/4 ഭാഗം, തിരുവോണം അവിട്ടം ആദ്യത്തെ പകുതി ഭാഗം. പൊതുവെ കാര്യങ്ങളൊക്കെ ഒന്ന് ഒരു സെറ്റിൽമെൻറ്റിലേക്ക് പോകാൻ, ലീഗലായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നവർക്ക് അതൊക്കെ ഒരു സെറ്റിൽമെൻറ്റിലേക്ക് പോകാനുള്ള സാധ്യത തെളിഞ്ഞു വരും. വസ്തു കൈവശം വന്ന് ചേരാനുള്ള ഭാഗ്യമുണ്ട്. കുടുംബത്തിൽ പാർട്ടിഷനൊക്കെ നടക്കാനുള്ള യോഗമുണ്ട്. ജോലിയുള്ളവർക്ക് സാലറി അരിയേഴ്സോ ഇൻക്രിമെൻ്റ് അരിയേഴ്സോ പുതിയ ഇൻക്രിമെൻ്റ് സാങ്ഷൻഡ് ആകാനുള്ള ഭാഗ്യമോ അല്ലെങ്കിൽ പ്രൊമോഷൻ സാധ്യതയോ ഒക്കെ ഈ വാരം കാണുന്നു എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിയുക. ക്വാളിഫൈഡ് ആയിട്ടുള്ള യങ്സ്റ്റേഴ്സിന് ചെറിയൊരു വരുമാന മാർഗം വരാനുള്ള ഭാഗ്യമുണ്ട്. ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരു പ്ലേസ്മെൻറ്റ് കിട്ടാനായിട്ട് അല്പം കൂടി കാലതാമസം വരാം. 10ാം ഭാവവുമായിട്ട് അതായത് കർമ്മസ്ഥാനവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രയാസങ്ങളുള്ള പാപസാന്നിധ്യം 10ാം ഭാവാധിപൻ 12ലും അറിയുക. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ജാതകങ്ങളുള്ളവർ ഒന്ന് ദൈവജ്ഞനെ കാണിച്ചുകൊണ്ട് പരിഹാരങ്ങൾ അനുഷ്ഠിക്കേണ്ടത് അത്യാവശ്യം. കാരണം കാലം അനുകൂലമാണ്. നല്ല ജോലിയും ജോലിയിൽ ഉയർച്ച, പ്രൊമോഷൻ, വിദേശ ജോലി ഇവയ്ക്കുള്ള ഭാഗ്യം, പ്രൊഫഷണൽ കോഴ്സസിന് അഡ്മിഷൻ ലഭിക്കുവാനുള്ള യോഗം, ഇങ്ങനെയുള്ള പല മേഖലകളിലും ഉയർച്ചയ്ക്കുള്ള സാധ്യത തെളിഞ്ഞു വരുന്ന ഒരു കാലമായതുകൊണ്ട് ജാതക പരിശോധന അത്യാവശ്യമാണ് എന്ന് മാത്രമല്ല പരദേവത പ്രീതിയും വേണം. കുടുംബത്തിൻ്റെ പരദേവത ആരാണോ അവിടെ ഒരു പായസ നിവേദ്യം കഴിപ്പിക്കുക. അവിടെ അല്പം പുഷ്പങ്ങൾ സമർപ്പിച്ച് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. പ്രത്യേക പുഷ്പാഞ്ജലി, ഭാഗ്യസൂക്തം പുഷ്പാഞ്ജലി കൂടി കഴിപ്പിക്കാം എന്നുണ്ടെങ്കിൽ ജീവിതത്തിലെ ഉയർച്ച സാധ്യമാകുന്ന ഒരു സമയമാണെന്ന് പ്രത്യേകിച്ച് അറിഞ്ഞുകൊള്ളുക. ശനിബന്ധമുള്ള ഒരു രാശി ആയതുകൊണ്ട്, ശനിനാഥനായതുകൊണ്ട് ശനിപ്രീതികരമായിട്ടുള്ള വഴിപാടുകൾ, ശനി സ്തോത്രം, ശനി മന്ത്രം ഇവ ജപിച്ചോളൂ. എല്ലാ ഐശ്വര്യങ്ങളും വരും. സന്തോഷമായിരിക്കുക. കുംഭം രാശി അവിട്ടം അവസാനത്തെ പകുതി ഭാഗം, ചതയം പൊരുരുട്ടാതി ആദ്യത്തെ 3/4 ഭാഗം. പല കാര്യങ്ങളിലും ഒരു ടെൻഷൻ, പല മേഖലയിലും ടെൻഷൻ വരാം. ഇപ്പോൾ വീട്ടിൽ മാത്രമല്ല ഓഫീസിലും ടെൻഷൻ വരാം. ബിസിനസ് ഫീൽഡിലാണെന്നുണ്ടെങ്കിൽ ബിസിനസ്സിലും ടെൻഷൻ വരാം. പല കാര്യങ്ങളിലും നമുക്ക് പല ബിൽസും ഒക്കെ മാറിക്കിട്ടാൻ വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാലമാണെന്ന് പ്രത്യേകിച്ച് അറിയാം. അതുകൊണ്ട് പുതിയ ബിസിനസ്സിലേക്ക് പ്രവേശിക്കുവാൻ അല്ലെങ്കിൽ പുതിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ്, ബിസിനസ്സിൻ്റെ കണ്ടിന്യൂവേഷനൊക്കെ ചില തടസ്സങ്ങൾ വരാൻ സാധ്യത ഏറെയുള്ള സമയമാണ് എന്നുള്ളതുകൊണ്ട് ഈ ചിന്ത തന്നെ വളരെയധികം ടെൻഷൻ നൽകുന്ന ഒരു കാലമാണ്, സമയമാണ്. അത് പ്രാർത്ഥന കൊണ്ട് മാറ്റാം എന്നുള്ളതേ ഉള്ളൂ. വിദ്യാർത്ഥികൾക്ക് പല കോഴ്സസിനും അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടാവും. പക്ഷേ അവർക്ക് ആ കോഴ്സിലൊരു കോൺഫിഡൻസ് കുറയുന്ന സമയമാണ്. എന്നെക്കൊണ്ട് ഇതൊക്കെ പഠിക്കാൻ പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുക. എഞ്ചിനീയറിങ്ങിനൊക്കെ പോയവർ അവരിങ്ങനെ ഇങ്ങനെ ഇതൊക്കെ പഠിച്ചു തീർക്കുക, ധാരാളം ഉണ്ടല്ലോ, അത് എന്നെക്കൊണ്ട് കഴിവുണ്ടോ എന്നുള്ളതിലൊക്കെ സംശയം വരുന്നൊരു സമയമാണ് എന്നറിയുക. ആത്മവിശ്വാസക്കുറവ് പൊതുവേ പ്രകടമാകാം. വിവാഹം കുറേ കാലമായിട്ട് വൈകിട്ടുള്ളവർക്ക് ഇതുപോലെ തന്നെ എൻ്റെ വിവാഹം നടക്കുമോ, ഇതൊക്കെയുള്ള വിവാഹയോഗം ഉണ്ടോ എന്ന് ആരെങ്കിലും കണ്ട് ചോദിക്കണം എന്നൊക്കെ മനസ്സുകൊണ്ട് ചിന്തിക്കുക. അതൊക്കെ താൽക്കാലികം മാത്രമാണ് എന്നുള്ള കാര്യം അറിഞ്ഞുള്ളൂ. അതൊന്നും ഒരു പ്രയാസവും ജീവിതത്തിൽ ഉണ്ടാക്കില്ല. പ്രണയം ഈ കാലത്തൊട്ടും നല്ലതല്ല. പുതിയ ബിസിനസ് ആരംഭിക്കുന്നതും അത്ര നല്ലതല്ല എന്നുള്ള കാര്യം അറിയുക. ബിസിനസ് എക്സ്പാൻഷനൊക്കെ മറ്റൊരവസരത്തിലേക്ക് മാറ്റി വെച്ചോളൂ. അതാണ് ഏറ്റവും പ്രധാനം. ആരോഗ്യപരമായിട്ട് ചെറിയ പ്രയാസങ്ങൾ വരാം, ജോയിൻസിനൊക്കെ പെയിൻസ് വരാം എന്നുള്ള, അതുപോലെ ഡൈജസ്റ്റീവായിട്ടുള്ള പ്രയാസങ്ങൾക്കുള്ള സാധ്യതയുണ്ട്. പ്രായമായവർ ദൂരദേശ യാത്ര കുറയ്ക്കുക, പുറത്തുനിന്നുള്ള ആഹാരവും കുറച്ചോളൂ. അതുകൊണ്ട് ഈ പ്രയാസങ്ങൾ കുറയും എന്നുള്ളതിൽ സംശയം വേണ്ട. ആരോഗ്യപരമായിട്ടുള്ള പ്രയാസങ്ങൾ നീക്കുവാൻ, അതുപോലെ തന്നെ തടസ്സങ്ങൾ ആവർത്തിച്ച് വരുന്നുണ്ടെങ്കിൽ
അതിൻ്റെ പ്രയാസങ്ങളുമൊക്കെ നീക്കുവാനായി നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പോൾ കുറച്ച് പ്രയാസങ്ങൾ നേരത്തെ പറഞ്ഞ മാതൃവഴിക്കൊക്കെ അല്പ ദുഃഖമുള്ള സമയമാണ് എന്നുള്ള കാര്യം അറിഞ്ഞോളൂ. അതുകൊണ്ട് ഈ ഗണേശ സ്തോത്രം ജപിച്ചോളുക. പ്രണമ്യ ശിരസാ ദേവം ഗൗരീപുത്രം വിനായകം. ഈ സ്തോത്രം ഭക്തിപൂർവ്വം കിഴക്ക് ദർശനമായിട്ട് ജപിച്ചോളൂ. എല്ലാ പ്രയാസങ്ങളും ഭഗവാൻ ഗണേശൻ നീക്കിത്തരും. മനസ്സിന് സമാധാനവും സന്തോഷവും നൽകും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കും. മീനം രാശി, പൂരുരുട്ടാതി അവസാനത്തെ കാൽഭാഗം, ഉത്രട്ടാതി രേവതി. യാത്ര കൊണ്ട് നേട്ടങ്ങളുണ്ടാകാം. ഹൈ കോൺടാക്ട്സ് കൊണ്ട് നേട്ടങ്ങൾ വന്നു ചേരാനുള്ള ഭാഗ്യം. നമുക്ക് ഹൈ കോൺടാക്ട്സ് ഉണ്ടെങ്കിൽ ആ സമയം അതൊക്കെ ഇപ്പോൾ ഉപയോഗിക്കേണ്ട ഒരു സമയമാണ്. പരിചയം വേണ്ട രീതിയിൽ അനുകൂല ഭാവത്തിലേക്ക് വരുവാനായിട്ട് യോഗമുള്ള സമയമാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് അങ്ങേയറ്റ ശ്രമവും ആവശ്യമാണ്. എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ കോമ്പറ്റേറ്റീവ് എക്സാംസിന് ജോലി തരപ്പെടുന്ന ഒരു കാലമാണെന്ന് പ്രത്യേകിച്ചറിയുക. ചില വൈകാരികമായിട്ടുള്ള പ്രയാസങ്ങൾ ഏറ്റവും വീട്ടിൽ കാണുന്നുണ്ട് എന്നുള്ളതാണ്. വേണ്ടപ്പെട്ടവരുമായിട്ട് ചെറിയ സംസാരം കൊണ്ട്, പ്രത്യേകിച്ച് രേവതി നക്ഷത്രക്കാരൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. കോപസ്വഭാവം കാരണം നമ്മൾ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളിൽ ഇടപെട്ട പ്രയാസങ്ങൾ ഉണ്ടാക്കി വയ്ക്കുവാൻ സാധ്യതയുള്ള സമയമാണ്. ജീവിത പങ്കാളിയുമായിട്ടുമൊക്കെ അഭിപ്രായ വ്യത്യാസം വരാം. അലർജിക് കണ്ടീഷൻസ്, സ്കിൻ ട്രബിൾസ്, ഡൈജസ്റ്റീവ് ഡിസോർഡേഴ്സ് ഒക്കെ കാണുന്നുണ്ട്. പുതിയ മെഡിസിനൊക്കെ കഴിക്കുകയാണെങ്കിൽ പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. അപ്രതീക്ഷിതമായിട്ട് അലർജി വരാം. പുറത്തുനിന്ന് ഫുഡ് കഴിക്കുമ്പോഴും ഈ കെമിക്കൽസ് ഇൻവോൾവ് നമ്മുടെ ശരീരത്തിന് പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന സമയമാണ്. പ്രണയത്തിനൊട്ടും നല്ല സമയമല്ല. അറേഞ്ച് മാരേജ് ആണെങ്കിലും വേണ്ടത്ര അന്വേഷണം നടത്തിയതിന് ശേഷം മാത്രമേ നിശ്ചയിക്കുവാൻ പാടുള്ളൂ എന്നുള്ള കാര്യം പ്രത്യേകിച്ചറിയുക. ക്യാഷിനൊരു ബ്ലോക്ക് വന്നതായിട്ട് അനുഭവപ്പെടും. കുറച്ചൊക്കെ ക്യാഷ് വന്നിട്ടുള്ളതാണ് കഴിഞ്ഞ കാലത്ത്. ഇപ്പോൾ എന്തോ ഒരു തടസ്സം വരുന്നുണ്ട് എല്ലാ കാര്യത്തിനും എന്നൊക്കെ ഒരു സ്വയം തോന്നാം. ഇപ്പോൾ സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങൾ നീക്കുവാനായിട്ട് മഹാലക്ഷ്മി സ്തോത്രം ജപിച്ചോളൂ. കനകധാരാ സ്തോത്രമാണ് ഏറ്റവും നല്ലത്. അംഗം ഹരേ പുളകഭൂഷണമാശ്രയന്തി ഭൃംഗാംഗനേവ മുകുളാഭരണം തമാലം അംഗീകൃതാഖില വിഭൂതിരപാങ്കലീല മാംഗല്യാദാസ്തു മമ മംഗളദേവതായ. ഇതങ്ങോട്ട് ജപിച്ചോളൂ കേട്ടോ. സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങൾ നീങ്ങുമെന്ന് മാത്രമല്ല, കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ലഭിക്കുകയും ചെയ്യും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കും. ഇനി മെയിൽസാണ്. ഈ പ്രോഗ്രാമിലേക്ക് മെയിൽസ് അയക്കാം. മെയിൽ ID കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മെയിൽ അയക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്ത് കാര്യമാണ് അറിയേണ്ടത്? വിവാഹ കാര്യമാണോ, ബിസിനസ്സാണോ, ബിസിനസ് അനുയോജ്യമാണോ, വിദ്യാഭ്യാസം തുടരണമോ, വിദേശ ജോലിക്ക് അനുകൂലമായിട്ടുള്ള സമയമാണോ, ഇങ്ങനെയുള്ള എന്ത് ചോദ്യം ആകാം. സ്പെസിഫിക് ആയിട്ടൊരു ചോദ്യം പറയുക, അല്ല പൊതുവെയുള്ള സമയം എന്നുള്ള അങ്ങനെ ചോദിക്കാണ്ട് എന്തെങ്കിലും ഒരു ആസ്പെക്റ്റിനെ കുറിച്ച് ചോദിക്കുക. എന്നുള്ള മറുപടി ഈ പ്രോഗ്രാമിലൂടെ ലഭിക്കും എന്നുള്ളതിൽ സംശയം ഒന്നും തന്നെ വേണ്ട. വളരെ ലളിതമായിട്ടുള്ള പരിഹാര നിർദ്ദേശങ്ങളും അതിനകത്തുണ്ടാകും എന്നുള്ളതിൽ അതിലും സംശയം ഒന്നും തന്നെ വേണ്ട. കംപ്ലീറ്റ് നെയിം, എവിടെ നിന്നാണ് മെയിൽ ചെയ്യുന്നത്, ജനിച്ച ഡേറ്റ്, മാസം, വർഷം, സമയം, സ്ഥലം ഡിസ്ട്രിക്റ്റ് മതി. സമയം വയ്ക്കുമ്പോൾ ഇപ്പോൾ പകൽ 12 മണിക്ക് മുമ്പാണോ, അതാണെങ്കിൽ AM ആണ്. 12 മണി മുതൽ PM ആണ് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. രാത്രിയാണെങ്കിലും PM ആണ്. രാത്രി 12 മണിക്ക് ശേഷം AM ആണ് എന്നുള്ള AM എന്നാണ് അത് റെക്കോർഡ് ചെയ്യുന്നത്. വളരെ പ്രഭാതത്തിലുള്ള ആ സമയം. ഇതൊക്കെ വ്യക്തമായിട്ട് മെൻഷൻ ചെയ്താൽ മാത്രമേ നമുക്ക് ഗണിതമെടുക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ള കാര്യം അറിയാം. ഇനി മെയിൽസാണ്. മിസ് ചിത്ര പൗർണമി, അങ്ങാടിപ്പുറത്തു നിന്നാണ്. നക്ഷത്രം മകം, വയസ്സ് 34. വിവാഹത്തിൽ പിരിഞ്ഞു. വിവാഹം 7 വർഷം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിരിയേണ്ട സാഹചര്യം വന്നു. 2 കുട്ടികളുണ്ട്. ജാതകത്തിൽ ചൊവ്വാദോഷമുണ്ടോ, അതുകൊണ്ടാണോ പിരിയേണ്ടി വന്നത് എന്നാണ് ചോദിക്കുന്നത്. നക്ഷത്രം മകമാണ്. പുനർവിവാഹമുണ്ടോ? 34 വയസ്സായി. തീർച്ചയായിട്ടും പുനർവിവാഹം വേണം. നമ്മുടെ സമൂഹത്തിൽ നമ്മൾ അങ്ങനെ ഒരു വിവാഹം ഉണ്ടെങ്കിൽ വളരെ കാര്യങ്ങൾ കുറച്ചുകൂടി സ്മൂത്തായിട്ട് മുന്നോട്ട് പോകും. പിന്നെ നമ്മൾ ആദ്യത്തെ വിവാഹം ശരിയായില്ല എന്നുള്ളതുകൊണ്ട് അമിതമായിട്ടുള്ള ഒരു വിഷമമോ ഒരു ഡിസ്കണ്ടൻമെൻറ്റോ ഒന്നും വേണ്ട കേട്ടോ. അതൊക്കെ ജീവിതത്തിൽ വരുന്നതാണ്. 34 വയസ്സല്ലേ ആയിട്ടുള്ളൂ. യു ഷുഡ് ഡെഫിനറ്റ്ലി ഗെറ്റ് മാരീഡ് എന്നുള്ളതാണ്. ഇത് ക്വാളിഫൈഡ് ആണ്, PhD ഉണ്ട്. പിന്നെ അതിനെക്കുറിച്ച് അങ്ങനെ ചിന്തിക്കുന്ന എന്തിനാ? വിവാഹം വേണം. യോജിച്ച ഒരു വിവാഹം സ്വീകരിച്ചോളൂ. അതിന് നല്ലൊരു സമയം വരുന്നുണ്ട്. അടുത്ത വർഷം 2025 ജൂണിന് ശേഷം വരുന്ന സമയത്ത് വിവാഹം നടക്കും. നല്ല വിവാഹം തന്നെ ലഭിക്കും. കാരണം വ്യാഴൻ്റെ ദൃഷ്ടിയുണ്ട് 7ാം ഭാവത്തിൽ. അതുകൊണ്ട് നല്ലൊരു വിവാഹം ലഭിക്കും. വളരെ ഭക്തിയുള്ള സൗന്ദര്യമുള്ള ഒരു വ്യക്തിയെ തന്നെ ലഭിക്കും എന്നുള്ളതിൽ സംശയം ഒന്നും തന്നെ വേണ്ട. ഇപ്പോഴത്തെ നിരാശയ്ക്കൊന്നും ഒരു ഇടം കൊടുക്കരുത് എന്നുള്ളതാണ്. ശിവപാർവതി സ്തോത്രം കൂടി ജപിച്ചോളൂ. എല്ലാ ഐശ്വര്യങ്ങളും വരും. സന്തോഷമായിരിക്കുക.
ഇനി ശ്രീ ബാബു പീതാംബരൻ വയലാറിൽ നിന്നാണ്. മകൻ നക്ഷത്രം ചതയം, മകൻ്റെ നക്ഷത്രം ചതയമാണ്. IQ ഹൈ ആണ്, വളരെ ഹൈ ആണ്. എല്ലാ IQ ടെസ്റ്റുകളിലും വളരെ ഹൈ IQ ആണ് കാണിക്കുന്നത്. എന്നാൽ പഠിക്കുവാൻ വളരെ മോശമാണ്. ഭാവി എന്താണ്? 19 വയസ്സായി, ചതയം നക്ഷത്രം. IQ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ റിസൾട്ട്സ് വരും, സംശയം വേണ്ട. നല്ലൊരു നിലയിലെത്തും എന്നുള്ളതിൽ സംശയം വേണ്ട. ഇപ്പോൾ ഇങ്ങനെയുള്ള പ്രയാസം വരുന്നത് വളരെ ലളിതമായിട്ടുള്ളൊരു കാരണം കൊണ്ടാണ്. ചതയം നക്ഷത്രമാണ്, 7ാം ശനിയിൽ ജന്മശനിക്കാലമാണ്. എന്തൊക്കെ കഴിവുകളുണ്ടെങ്കിലും അത് വേണ്ട രീതിയിൽ റിഫ്ലക്റ്റ് ചെയ്യില്ല ലൈഫിനകത്ത്. അത് പ്രത്യേകം അറിഞ്ഞിരിക്കുക. അപ്പോൾ ആ കാലം അങ്ങോട്ട് മാറിക്കഴിയുമ്പോഴേക്കും ആ റിയൽ പൊട്ടൻഷ്യൽ പുറത്തേക്ക് വരും എന്നുള്ളതിൽ സംശയം വേണ്ട. അപ്പോൾ ഉയർച്ചയ്ക്കുള്ള ഭാഗ്യം വരും എന്നുള്ളതിനും സംശയം വേണ്ട. 2 വർഷം കൂടി കഴിയട്ടെ. ഇപ്പോൾ 19 വയസ്സല്ലേ ആയുള്ളൂ. 21 വയസ്സ് മുതൽ ഇയാളുടെ ജീവിതത്തിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഉയർച്ച വരും എന്നുള്ളതിൽ സംശയം വേണ്ട. നല്ലൊരു സ്ഥിതിയിലെത്തും. വിദേശ ബന്ധം കാണുന്നുണ്ട്. വിദേശത്ത് ജോലി അല്ലെങ്കിൽ MNCയിൽ ജോലിയൊക്കെ ലഭിക്കാനുള്ള ഭാഗ്യമുണ്ട്. ഇപ്പോഴത്തെ അവസ്ഥ ഓർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല. ആദിത്യ ഹൃദയം ജപിച്ചോളൂ കേട്ടോ. ആദിത്യ ഹൃദയ സ്തോത്രം എന്ന് പറയുന്ന ജയതു ജയതു സൂര്യം സപ്തലോകൈകദീപം കിരണശമിതപാപം ക്ലേശദുഃഖസ്യ നാശം അരുണദിഗമഗമ്യം ചാദിമാദിത്യമൂർത്തിം സകലഭുവനവന്ദ്യം ഭാസ്കരം തം നമാമി തതോ യുദ്ധപരിശ്രാന്തം സമരേ ചിന്തയ. അത് അങ്ങോട്ട് ജപിച്ചോളുക. കിഴക്ക് ദർശനമായി സൂര്യൻ ഉദിച്ച ശേഷം എല്ലാ പ്രയാസങ്ങളും നീങ്ങും. ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാവും. സന്തോഷമായിരിക്കുക. ശ്രീമതി സൗദാമിനി അമ്മ മലയൻകീഴ്, മകൾ നക്ഷത്രം ചോതി, 29 വയസ്സ്, വിവാഹമായിട്ടില്ല, പ്രൈവറ്റ് സ്കൂൾ ടീച്ചറാണ്, MA MEd ആണ്. എങ്ങനെയാണ് നല്ല ജോലി ലഭിക്കുമോ? ഇപ്പോൾ ടീച്ചറല്ലേ, നല്ല വരുമാനം. ഗൈഡഡ് ആണോ എന്ന് പറഞ്ഞിട്ടില്ല, പ്രൈവറ്റ് സ്കൂളിനെ പറഞ്ഞിട്ടുള്ളൂ. എന്തായാലും ഈ ജാതകം നല്ല ജാതകമാണ്. പ്രൊഫഷണലായിട്ടുള്ള റൈസ് ഉണ്ടാവും, സംശയം ഒന്നും തന്നെ വേണ്ട. ഷീൽ ഗെറ്റ് എ പെർമനൻറ്റ് ജോബ്. അതായത് നമ്മളെപ്പോഴും എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ, അതായത് ഈ ഗവൺമെൻറ് ജോബ് ലഭിക്കുക. യെസ്, ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ജോലി ലഭിക്കാനുള്ള ഭാഗ്യമുണ്ട്. ഇപ്പം തന്നെ ശ്രമിച്ചോളൂ കേട്ടോ. ചോദ്യ നക്ഷത്രമായതുകൊണ്ട് അടുത്ത വർഷം അവസാനം അല്ലെങ്കിൽ 26 ആദ്യ ഭാഗത്ത് ഗവൺമെൻറ് സെക്ടറിൽ ജോലി ലഭിക്കാനുള്ള ഭാഗ്യമുണ്ട്. സംശയം വേണ്ട. സന്തോഷമായിരിക്കുക. പിന്നെ ഈ വിവാഹ കാര്യത്തിൽ ഒരു കാര്യം ചെയ്തോളൂ. തിങ്കളാഴ്ച അടുത്ത ശിവപാർവതി ക്ഷേത്രത്തിൽ ദർശനം നടത്തിക്കൊള്ളുക. ശിവപാർവതി സ്തോത്രം ജപിക്കുക. കഴിയുന്ന സമയത്ത് അവിടെ ഒരു സ്വയംവര പുഷ്പാഞ്ജലി കൂടി കഴിപ്പിച്ചോളൂ. എല്ലാ ഐശ്വര്യങ്ങളും വരും. സന്തോഷമായിരിക്കുക. ശ്രീ ദീപാങ്കുരൻ കല്ലായിൽ നിന്നാണ്. കല്ലായി അശ്വതി നക്ഷത്രം, ഗൾഫ് റിട്ടേൺഡ് ആണ്, 48 years old. സേവിങ്സ് എല്ലാം വീടും കാറിനുമായിട്ട് സ്പെൻഡ് ചെയ്തു. ബിസിനസ് നടത്തി, ഒരു റെസ്റ്റോറൻറ്റ് നടത്തി, വലിയ നഷ്ടമാണ് വന്നത്. ദീപാങ്കുരൻ അശ്വതി നക്ഷത്രം. നമ്മളെപ്പോഴും ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ നമുക്കൊരു ആഗ്രഹം മാത്രം പോരാ, വെൽ സ്റ്റഡീഡായിട്ട് മാത്രമേ ബിസിനസ്സിൽ ഇറങ്ങാൻ പറ്റുള്ളൂ. അതിനകത്ത് റീജിയണൽ പോസിബിലിറ്റീസ് നോക്കണം. നമ്മൾ ഏത് പ്രദേശത്താണോ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവിടെ അതിന് പോസിബിലിറ്റി ഉള്ളൊരു സ്ഥലമാണോ എന്ന് നോക്കണം. അതിനൊക്കെ ഒരു എക്സ്പെർട്ട് അഡ്വൈസ് അത്യാവശ്യമാണ്. കൺസൾട്ടൻസ് ഉണ്ട്, അവരെ സമീപിക്കണം. പിന്നെ അസ്ട്രോളജിക്കലായിട്ട് നല്ല സമയമാണോ എന്നുകൂടി നോക്കണം. ജാതകത്തിൽ ബിസിനസ്സിന് എലിജിബിലിറ്റി ഉണ്ടോ എന്നുകൂടി നോക്കണം. ഈ ജാതകം അനുസരിച്ച് ലാഭസ്ഥാനാധിപൻ വ്യയദുരിത സ്ഥാനത്ത് നിൽക്കുകയാണ്. 11ാം ഭാവാധിപൻ 12ൽ നിൽക്കുകയാണ്. അപ്പോൾ എത്ര പണം വന്നാലും അത് ഡ്രെയിൻ ചെയ്തു പോകാനുള്ള സാധ്യത ഏറെയുള്ള ഒരു ജാതകമായതുകൊണ്ട് ഇപ്പോൾ വൈഫിൻ്റെ ജാതകം കുറച്ചുകൂടി മെച്ചമാണെങ്കിൽ വൈഫിനെയും കൂടി ഇൻകോർപ്പറേറ്റ് ചെയ്തുകൊണ്ട് മാത്രം ബിസിനസ് ഫീൽഡിൽ ഇറങ്ങിക്കൊള്ളുക. വിജയം ഉണ്ടാകുന്നുള്ളൊരു സംശയം വേണ്ട. അതിനെന്താ സംശയം? എന്താ, ഇപ്പോൾ ചെയ്ത കാര്യങ്ങൾ റെസ്റ്റോറൻറ്റ് ബിസിനസ്, ആഹാര വസ്തുക്കളുടെ ക്രയവിക്രയം കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്, പ്രശ്നമൊന്നുമില്ല കേട്ടോ. എന്നാൽ വളരെ കൺട്രോൾഡായിട്ട് ഒരാളുടെ സഹായത്തോടുകൂടി എക്സ്പെർട്ട് അഡ്വൈസോടുകൂടി മാത്രമേ മുന്നോട്ട് പോകുവാൻ പാടുള്ളൂ. ഒരു പ്രാർത്ഥന കൂടി ചെയ്തോളൂ. കല്ലായിയല്ലേ, കോഴിക്കോട് തളിക്ഷേത്ര ദർശനം നടത്തിക്കൊള്ളുക. തളിക്ഷേത്ര ദർശനം നടത്തി പിഷാരിക്കാവിലും ദർശനം നടത്തുക. പിഷാരിക്കാവിൽ കഴിയുമെങ്കിൽ മാസത്തിലൊരു ചൊവ്വാഴ്ച അല്ലെങ്കിൽ പൗർണമിക്ക് അവിടെ ദർശനം നടത്തി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചോളൂ എന്നുള്ളതാണ്. ഭദ്രകാളി ഇഷ്ടസൂക്തം ദിവസവും ജപിക്കുക. കിഴക്ക് ദർശനമായിട്ട് ഭദ്രകാളിയുടെ അഷ്ടോത്തര ശതനാമാവലി കൂടി ജപിച്ചോളൂ. എല്ലാ പ്രയാസങ്ങളും നീങ്ങും. നല്ലൊരു സ്ഥിതിയിലെത്താനുള്ള ഭാഗ്യമുണ്ട്. സന്തോഷമായിരിക്കും. ഈ പ്രോഗ്രാമിലേക്ക് മെയിൽ അയക്കാം. ജനിച്ച ഡേറ്റ്, മാസം, വർഷം, സമയം, സ്ഥലം, നക്ഷത്രം ഇവയുണ്ടായിരിക്കണം. എന്ത് കാര്യത്തെക്കുറിച്ചാണ് അറിയേണ്ടതെന്നുള്ള വ്യക്തമായിട്ട് അതിനകത്ത് സൂചിപ്പിച്ചിരിക്കണം. ഈ പ്രോഗ്രാമിലൂടെ കഴിയുന്ന മെയിൽസിനൊക്കെ മറുപടി നൽകുവാൻ ശ്രമിക്കാം. ഈ വാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും സന്തോഷത്തിൻ്റെ, സമാധാനത്തിൻ്റെ, ഐശ്വര്യത്തിൻ്റെ, ആരോഗ്യത്തിൻ്റെ വാരമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. ഓം ശ്രീ വിഘ്നേശ്വരായ നമഃ.